എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഡീലർ കേരള ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു കേട്ടറ്റ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകള് സയൻസിന്റെ ക്ലാസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക റിക്വസ്റ്റ് കാരണം ഇന്ന് നമ്മൾ സയൻസിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ചോദ്യത്തിനും ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം ഓരോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്റ്റീവ് വസ്തുതകളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ലിങ്ക് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കുക. എങ്കിൽ എല്ലാവർക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു സെൽഫിഷ് ആവാതെ എല്ലാവർക്കും ഉപകരിക്കാൻ വേണ്ടി ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും കോളേജ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഈ ഒരു അവസരം ഉപകരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എല്ലാവരും കേട്ട പഠനമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മളൊരു 10-15 ചോദ്യം, 15ഓളം ചോദ്യവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, റേച്ചൽ കേസിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഏത്? റേച്ചൽ കേസിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി ഏതാണ്? ഓക്കെ, ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കേട്ടറ്റ് പരീക്ഷയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് റേച്ചൽ കേസിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, റേച്ചൽ കേസൻ രചിച്ചിട്ടുള്ള കൃതിയാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന് മലയാളത്തിൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ നോട്ട് ചെയ്തോ. കാരണം ചില വർഷങ്ങളിലെല്ലാം നിശബ്ദ വസന്തം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിശബ്ദ വസന്തം, അതാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചിട്ടുള്ളത് റേച്ചൽ കേസൺ ആണ്. റേച്ചൽ കേസൺ, ഇതാണ് ഒന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? റേച്ചൽ കേസൺ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അമേരിക്കയിൽ കീടനാശിനി നിരോധിക്കാൻ കാരണമായ കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അതാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. റേച്ചൽ കേസിന്റെ കീടനാശിനി നിരോധിക്കാൻ കാരണമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ പറയണം സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. ഓക്കെ, ഇനി അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ അടുത്ത ചോദ്യം. റേച്ചൽ കേസിന്റെ സൈലന്റ് സ്പ്രിംഗ് കാരണം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട കീടനാശിനി എന്ന് പറയുന്നത് DDT ആണ്. DDT. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് പറഞ്ഞു. നിങ്ങൾ 3 നോട്ട് ചെയ്യുക. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് റേച്ചൽ കേസൺ ആണ്. അതുപോലെ DDT എന്ന് പറയുന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ കൃതി എന്ന് പറയുന്നത് സൈലന്റ് സ്പ്രിംഗ് ആണ്. നിശബ്ദ വസന്തം രചിച്ചിട്ടുള്ളത് റേച്ചൽ കേസൺ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സക്കർ ഫിഷ്, തിരണ്ടി, ചെമ്മീൻ, ആരൽ, ഏതാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത്? സക്കർ ഫിഷ്, തിരണ്ടി, ചെമ്മീൻ, ആരൽ, ഏതാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത്? യെസ്, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെമ്മീനാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത്. ചെമ്മീൻ മത്സ്യ ഇനത്തിൽ പെടുന്നതല്ല. സക്കർ ഫിഷ്, തിരണ്ടി, ആരൽ തുടങ്ങിയവ മത്സ്യ ഇനത്തിൽ പെടുന്നതാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ,
ചെമ്മീൻ എന്ന് പറയുന്നത് ഏത് ഇനത്തിലാണ് ഉൾപ്പെടുന്നത് എന്നറിയോ? ചെമ്മീൻ എന്ന് പറയുന്നത് മത്സ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക, ചെമ്മീൻ അതുപോലെ ഞണ്ട്, ചെമ്മീനും ഞണ്ടൊക്കെ മത്സ്യ ഇനത്തിൽ പെടുന്നതല്ല. അത് ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്നതാണ്. ക്രസ്റ്റേഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ മത്സ്യങ്ങൾക്ക് എന്തുണ്ടാവാറുണ്ട്? നട്ടെല്ലുണ്ടാവാറുണ്ട്. നട്ടെല്ല് അഥവാ മീനിന് മുള്ളുണ്ടാവാറുണ്ടല്ലോ, മത്സ്യങ്ങൾക്ക് മുള്ളുണ്ടാവാറുണ്ട്. ആ മുള്ളെന്താണ്? നട്ടെല്ലാണ്. സാധാരണ മത്സ്യങ്ങൾക്ക് നട്ടെല്ലുണ്ടാവാറുണ്ട്. ഇങ്ങനെ നട്ടെല്ലില്ലാത്ത വിഭാഗമാണ്, നട്ടെല്ലില്ലാത്ത അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് ചെമ്മീന് അതുപോലെ ഞണ്ട് തുടങ്ങിയവ. ഇവ ക്രസ്റ്റേഷ്യൻ ഇനത്തിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്തോ. ക്രസ്റ്റേഷ്യൻ ഇനത്തിൽ വരുന്നവയാണ് നമ്മുടെ ഞണ്ടും ചെമ്മീനും ക്രസ്റ്റേഷ്യൻ ഇനത്തിൽ വരുന്നു. അതുപോലെ തന്നെ മത്സ്യമാണെങ്കിൽ നട്ടെല്ലുണ്ടായിരിക്കും. മത്സ്യത്തിന് നട്ടെല്ലുണ്ട്. എന്നാൽ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിന് എന്തില്ല? നട്ടെല്ലില്ല. മത്സ്യത്തിന് നട്ടെല്ലുണ്ട്. അതാണ് നമ്മൾ മീനിന്റെ മുള്ളെന്ന് പറയുന്നത്. ഓക്കെ, മത്സ്യത്തിന് നട്ടെല്ലുണ്ട്, എന്നാൽ ഈ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിന് നട്ടെല്ലില്ല. പക്ഷേ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിന് എന്തുണ്ട്? ഒരു എക്സോസ്കെലറ്റൻ ഉണ്ടായിരിക്കും. എക്സോസ്കെലറ്റൻ എന്താണ്? എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ, യെസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഞണ്ടിനും ചെമ്മീനും പുറത്തൊരു തോടുണ്ടായിരിക്കും. ഓക്കെ, മീനിനും മത്സ്യത്തിന് കാണാത്ത ഒരു തോട് ഞണ്ടിനുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ആർക്കുണ്ടായിരിക്കും? ചെമ്മീനുണ്ടായിരിക്കും. ആണല്ലോ. ഈ പുറന്തോട് അഥവാ ബാഹ്യ കവചം, അതാണ് എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ബാഹ്യ കവചം, ഒരു ബാഹ്യ കവചം ആർക്കുണ്ടായിരിക്കും? നമ്മുടെ ചെമ്മീനും അതുപോലെ ഞണ്ടിനും ഉണ്ടായിരിക്കും. അപ്പൊ ചെമ്മീനും ഞണ്ടും എന്നല്ല, മത്സ്യമല്ല, അത് ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. അതുപോലെ അവക്ക് നട്ടെല്ലുണ്ടായിരിക്കില്ല. മത്സ്യത്തിനാണെങ്കിൽ നട്ടെല്ലുണ്ട്, ക്രസ്റ്റേഷ്യൻ ആണെങ്കിൽ നട്ടെല്ലുണ്ടായിരിക്കില്ല. ഇവക്കൊരു എക്സോസ്കെലറ്റൻ ഉണ്ടായിരിക്കും. എക്സോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ ബാഹ്യ കവചം ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പുറം കവചം ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്? നമ്മുടെ ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇത് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ്? ഏതിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്? ജലമാണോ? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? സൾഫർ ഡൈ ഓക്സൈഡ് ആണോ? നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണോ? ഏതിൽ നിന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്? നമുക്ക് ഇവിടെ രണ്ടെണ്ണം എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. എലിമിനേറ്റ് ചെയ്യാം. കാരണം സൾഫർ ഡൈ ഓക്സൈഡ് നമ്മൾ ഫോട്ടോസിന്തസിസുമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2 നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ പഠിച്ചിട്ടില്ല. SO2യും NO2 നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ജലോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രകാശ സംശ്ലേഷണത്തിന്റെ സമവാക്യം നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന്റെ സമവാക്യം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണല്ലോ. എന്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമവാക്യം? എത്ര കാർബൺ ഡൈ ഓക്സൈഡും എത്ര ജലതന്മാത്രയാണ് കൂടിച്ചേരുന്നത്? നമ്മൾ പഠിച്ചൊരു സമവാക്യം ഉണ്ടല്ലോ. സാധാരണ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് 6CO2 + 6H2O gives 6 കാർബൺ ഡൈ ഓക്സൈഡും 6 ജലതന്മാത്രയും കൂടി ചേരുന്നു. എന്തിന്റെ പ്രസൻസിൽ? യെസ്, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അല്ലെ, സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിന്റെ പ്രസൻസിൽ കൂടിച്ചേരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 6 ഓക്സിജനും 6 ഗ്ലൂക്കോസും കിട്ടുന്നുണ്ട്. അല്ലെ, 6 ഗ്ലൂക്കോസ് കിട്ടുന്നു. C6H12O6 കിട്ടുന്നു. C6H12O6 കിട്ടുന്നു. പ്ലസ് എന്ത് കിട്ടുന്നു? 6 ഓക്സിജനും കിട്ടുന്നു. 6 ഓക്സിജനും 6 ഗ്ലൂക്കോസും ലഭിക്കുന്നു. ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. 6CO2 + 6H2O gives C6H12O6 + 6O2. നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
ഓക്സിജൻ രൂപപ്പെടുന്നത് ഏത് വസ്തുവിൽ നിന്നാണ്? ആണല്ലോ. ഓക്സിജൻ രൂപപ്പെടുന്നത് ഏതിൽ നിന്നാണെന്ന് അറിയോ? നമ്മുടെ H2O ഇല്ലേ, ഈ H2Oയിലുള്ള ഓയാണ് എന്തായിട്ട് മാറുന്നത്? ഓക്സിജൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ജലം വിഘടിച്ചുകൊണ്ടാണ് ഓക്സിജൻ രൂപപ്പെടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രകാശ സംശ്ലേഷണത്തിൽ ജലത്തിന്റെ വിഘടനം മൂലമാണ് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഓക്സിജൻ രൂപപ്പെടുന്നത് ജലത്തിൽ നിന്നാണ്. ഓക്സിജൻ രൂപപ്പെടുന്നത് എവിടുന്ന? ജലത്തിൽ നിന്നാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് തവണ ചോദിച്ചതാ. ഓക്കെ, ഓക്സിജൻ രൂപപ്പെടുന്നത് ജലം വിഘടിക്കുമ്പോഴാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിന്റെ സമവാക്യം നമ്മൾ പറഞ്ഞു. 6CO2 plus 6H2O gives C6H12O6 plus 6O2. ഇതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? യെസ്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കണം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് തവണ ചോദിക്കുന്നതാണ്, ചോദിച്ചതാണ്. ഓക്കെ, ഞാനിത് എടുത്തത് എന്താ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നേരെ സ്കാൻ ചെയ്ത് PDF ആക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതെല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ്, ഞാൻ ഉണ്ടാക്കിയെടുത്ത ചോദ്യങ്ങളല്ല. ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, C6CO2 plus 6H2O gives C6H12O6 plus 6O2. ഇതാണ് പ്രകാശ സംശ്ലേഷണം. അതുപോലെ പ്രകാശ സംശ്ലേഷണ സമയത്ത്, ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ പുറത്തു വരാനുള്ള കാരണം ജലത്തിന്റെ വിഘടനമാണ്. അല്ലെങ്കിൽ ജലത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ഓക്സിജൻ രൂപപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കാറ്ററ്റിന് വേണ്ടി പഠനം തുടങ്ങിയോ? ഒന്ന് പറ. സീരിയസ് ആയിട്ട് നിങ്ങൾ പഠനം തുടങ്ങിയിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇങ്ങനെ ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നല്ലാതെ സീരിയസ് ആയിട്ട് നിങ്ങൾ പഠനം തുടങ്ങിയോ? ഓക്കെ, നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നോ എന്ന് തന്നെ പറഞ്ഞോ. യെസ്, നോ. ഓക്കെ, യെസ് ഓർ നോ? പല മിക്സഡ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ പഠനം തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ആളുകളൊക്കെ തുടങ്ങിയിട്ടില്ല, കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ക്ലാസ്സുകളെല്ലാം കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പഠനം തുടങ്ങാത്തവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങിക്കോ. ഓക്കെ, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോ. കാരണം ഇനി ഒരുപാട് ദിവസങ്ങളില്ല. ഇനി 65 ദിവസങ്ങളോളം നമുക്കുള്ളൂ. 65 ദിവസങ്ങളോളം. അതുകൊണ്ട് നിങ്ങൾ വൈകിക്കരുത്. ഓക്കെ, കാരണം ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, എങ്ങനെ ഓരോ ദിവസം ഏത് പഠിക്കണം, നിങ്ങളുടെ സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. എളുപ്പമുള്ളതിന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡേയ്സ് കൊടുക്കുക, പ്രയാസമുള്ളതിന് നിങ്ങൾ അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചോ. തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു പ്ലാനും അതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു മനസ്സും അതുപോലെ പഠിക്കാനുള്ള ഒരു സോയ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇനിയുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, സെക്കൻഡ് സെം റിസൾട്ട് വന്നില്ലല്ലോ, അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് സെം എക്സാം റിസൾട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെക്കൻഡ് സെം DLED സെക്കൻഡ് സെം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഡൂയിങ് DLED എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഡൂയിങ് DLED എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാറ്ററ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, 20-ാം തീയതി വരെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇനിയും 3 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തു നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാന സമയത്ത് സൈറ്റിൽ എന്തെങ്കിലും റഷ് ഒക്കെ വരികയാണെങ്കിൽ, ഓക്കെ, സൈറ്റ് ജാം ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി മലയാളം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠനം തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പഠിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ DLED കേരള ലേണിംഗ് ആപ്പിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫ്രീ ക്ലാസ്സുകൾക്ക് സമാന്തരമായിട്ട് തന്നെ നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്
ഡെയിലി ലൈവ് ക്ലാസ്സുകളായിരിക്കും. പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ലഭിക്കും. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ നോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ PDF നോട്ടുകളും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. വീക്കിലി എക്സാംസ് അല്ല, എല്ലാ ദിവസവും നിങ്ങൾക്ക് പരീക്ഷ വരെ മോഡൽ പരീക്ഷകൾ നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനുള്ള മോഡൽ പരീക്ഷകളും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ കൂടെ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ കൂടെ ലഭിക്കും. അതാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ക്രാഷ് ക്യാമ്പ് ലഭിക്കും. ക്രാഷ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഓരോ ദിവസവും ഓരോ സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അങ്ങനെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത്. നമ്മൾ ഡെയിലി ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ ഷെഡ്യൂളിനനുസരിച്ച് ഫ്രീ ഉള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പെയ്ഡ് ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ പെയ്ഡ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാംസും ഡെയിലി ക്ലാസ്സുകളും നോട്ട്സും PDF-ഉം അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ലഭിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് അറിയാലോ എന്നായിരുന്നു നമ്മുടെ കേട്ടറ്റ് എക്സാം? ആ ഡേറ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടോ? എന്നായിരുന്നു എക്സാം? ജനുവരി എത്രാം തീയതിയാ? യെസ്, ജനുവരി 18-ാം തീയതിയാണ് അല്ലെ. ജനുവരി 18-നാണ് നമ്മുടെ കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി 18-നാണ് നമുക്ക് കേട്ടറ്റ് എക്സാം വരുന്നത്. ഡിസംബർ 18 കൂടി നമ്മൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റ്സും കുട്ടികൾക്ക് കൊടുക്കും. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസംബർ 18 കൂടി പഠിപ്പിച്ച് തീർത്ത് ഡിസംബർ 18 മുതൽ ജനുവരി 18 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിന്റെ ഡിസ്കഷൻസും അതിന്റെ കണക്റ്റീവ് ഫാക്ടറുകളും പറയായിരിക്കും. എന്തായിരിക്കും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ലഭിക്കുക? ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഒരു ചോദ്യം എടുക്കുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട വസ്തുതകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇങ്ങനെ 30 സെറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. ആ 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സും നിങ്ങൾ പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് 100-ലധികം മാർക്കോട് കൂടി കേട്ടറ്റ് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ പ്രീവിയസ് ബാച്ചുകളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും വലിയ റിസൾട്ടാണ്. നമ്മുടെ ബാച്ചിൽ അവസാനത്തെ 2 ബാച്ചുകളിലായി മാത്രം നമുക്ക് 400-ഓളം കുട്ടികൾക്ക് കേട്ടറ്റ് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ 400-ഓളം കുട്ടികൾക്ക് കേട്ടറ്റ് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം ഈ ക്രാഷ് ക്ലാസ്സുകളും. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും കിട്ടി ക്രാഷ് കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ അതിനപ്പുറം ഒന്നും പഠിക്കാൻ കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ പുറത്തു നിന്നുള്ള സോഴ്സ് ഒന്നും തേടി പോവേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് കോണ്ടന്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ ലഭിക്കുന്നു. അതിന് പുറമെ എവിടെയും ലഭിക്കാത്ത ക്രാഷ് കോഴ്സ്, അത് നമുക്ക് മാത്രം പറയാവുന്ന ഒരു ഗ്യാരണ്ടിയാണ്. കാരണം മറ്റൊരു അക്കാദമിയും പ്രൊവൈഡ് ചെയ്യാത്തതാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കഷനും എവിടെയും നിങ്ങൾക്ക് ലഭിക്കില്ല. അത് നമ്മൾ ഈ ഒരു ബാച്ചിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ക്രാഷ് കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതുപോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് നിങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മുടെ കോഴ്സിന്റെ ഫീ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മൾ 2000 രൂപ കോഴ്സ് ഫീയും അതുപോലെ 1000 രൂപ ക്രാഷ് ക്ലാസിന്റെ ഫീയും വരുന്ന നമ്മുടെ കോഴ്സ് ടോട്ടൽ 3000 രൂപയുടെ പാക്കേജ് ആണ്. ഈ 3000 രൂപയുടെ പാക്കേജ് നമ്മൾ നിലവിൽ 1500 രൂപക്കാണ് കൊടുക്കുന്നത്. 1500 രൂപ എന്നുള്ള ഓഫർ ഫീയിലാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു കോഴ്സ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ 1500 രൂപ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു,
3000 രൂപയുടെ കോഴ്സാണ് 1500 രൂപക്ക് കിട്ടുന്നത്. അപ്പൊ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കേട്ടറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ നമ്പറാണ് DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ നമ്പറാണ് 8590672089 എന്നുള്ളത്. അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്പർ കിട്ടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. 8590672089 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, കേട്ടിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന, പഠനം തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇനി ഒരു സമയത്തേക്ക് നിങ്ങൾ കാത്തു നിൽക്കരുത്. ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത്, ഫസ്റ്റ് എയ്ഡിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യം: മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക, കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയുക, എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിന്റ് ഇടുക. എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. യെസ്, എന്തായിരുന്നു ഓപ്ഷൻ സി അല്ലെ? പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയുക, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, പാമ്പ് കടിയേറ്റാൽ നമ്മൾ അവിടെ മുറിവുണ്ടാക്കാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? എത്രയും പെട്ടെന്ന് രോഗിയെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ പഠിച്ചോ. മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കണം. രക്തസ്രാവം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു കോട്ടൺ തുണി കൊണ്ട് മുറിവ് കെട്ടിവെക്കാം. അതുപോലെ കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. അതുപോലെ എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിന്റ് ഇടുക. സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മരത്തിന്റെയോ സ്റ്റീലിന്റെയോ ഒക്കെ കഷ്ണം വെച്ച് കെട്ടുന്നതിനെയാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മരം അല്ലെങ്കിൽ സ്റ്റീല് ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ വെച്ച് കെട്ടുന്നതിനെയാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ അറിയോ? ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട കാര്യം, അതായത് കാറ്ററ്റിന്റെ സിലബസിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ഒരു ഭാഗം പഠിച്ചാൽ 1 മാർക്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഷുവർ ആയിട്ടും കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നുള്ളൂ. ഇപ്പൊ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ EVS വരുന്ന കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. 3ാം ക്ലാസ്സിൽ EVS വരുന്നുണ്ട്. അതുപോലെ പല ക്ലാസ്സുകളിലും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ആ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം പഠിച്ചാൽ 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. കാറ്റഗറി 1ന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കാറ്റഗറി 1ന്റെ സയൻസിലാണ് ഫസ്റ്റ് എയ്ഡ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴോട്ടു പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നത് എന്തുകൊണ്ട്? താഴോട്ടു പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം: പ്രതലബലം, വായുമർദ്ദം, കൊഹിഷൻ ബലം, അഡിഷൻ ബലം. എന്താണ് മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിനുള്ള കാരണം? ഓക്കെ, പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. പല ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോൺസെപ്റ്റ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് അവസാനം എത്താൻ വേണ്ടി പറ്റും. ഓരോ കോൺസെപ്റ്റിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. യെസ്, ഒരാൾ ചോദിച്ചിട്ടുണ്ട് 1500 എന്ന് പറയുന്നത് കാറ്റഗറി 1 and 2 ആണോ എന്ന്. യെസ്, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ 1500 പേ ചെയ്യുകയാണെങ്കിൽ 1ന്റെയും 2ന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. 1ന്റെയും 2ന്റെയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് 1500 ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ കോൺസെപ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് സർഫസ് ടെൻഷൻ ആണ്, പ്രതലബലമാണ്. എന്താണ് പ്രതലബലം? ഓരോന്ന് നോട്ട് ചെയ്തോ. ഓരോ സാധനം ഓരോ വർഷം മാറി മാറി ചോദിച്ചതാ. ഒരു വർഷം പ്രതലബലം ചോദിക്കുമ്പോൾ അടുത്ത വർഷം വായുമർദ്ദം ചോദിക്കുന്നു, അടുത്ത വർഷം കൊഹിഷൻ ബലം ചോദിക്കുന്നു,
അതുപോലെ അടുത്ത വർഷം അഡിഷൻ ബലം ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നോക്കാം. ആദ്യം പ്രതല ബലം പറയുന്നു, സർഫസ് ടെൻഷൻ. പ്രതല ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അഥവാ ഒരു ദ്രാവകത്തിന് മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു പാട പോലെ കെട്ടിക്കിടക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതായത് ജലത്തിന്റെ ഉപരിതലത്തിൽ, ഒരു വാട്ടറിന്റെ സർഫേസിൽ എന്ത് ചെയ്യാറുണ്ട്, ജലം ഒരു പാട പോലെ പ്രവർത്തിക്കാറുണ്ട്. അഥവാ ജലം എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ വെള്ളമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ജലത്തിൽ വെള്ളമുണ്ടെങ്കിൽ, ഈ ഒരു പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ ഈ പാത്രത്തിലുള്ള വെള്ളം എന്ത് ചെയ്യുന്നു, അതിന്റെ സൈഡുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. എല്ലാ വശങ്ങളിലേക്കും ഒരു ബലം പ്രയോഗിക്കുന്നു. ആ ബലം കാരണം ആ ജലം എന്ത് ചെയ്യുന്നു, ഒരു ടൈറ്റ് ആയിട്ട് നിൽക്കുന്നു, വലിഞ്ഞു മുറുങ്ങി നിൽക്കുന്നു. അങ്ങനെ വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ എന്ത് ചെയ്യുന്നു, ജലോപരിതലം പ്രവർത്തിക്കുന്നു. അങ്ങനെ വലിഞ്ഞു മുറുകി പാട പോലെ പ്രവർത്തിക്കുന്ന ജലത്തിന്റെ പ്രത്യേകതക്ക് പറയുന്നതാണ് പ്രതലബലം. ഓക്കെ, വലിഞ്ഞു മുറുകി ജലത്തിന്റെ ഉപരിതലം പാട പോലെ പ്രവർത്തിക്കുന്നതിനെ എന്ത് പറയും, പ്രതലബലം എന്ന് പറയും. ഈ പ്രതലബലം കാരണമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജലത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന പോലെ ചില പ്രാണികളെല്ലാം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, ആണല്ലോ. ചില പ്രാണികൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കാറുണ്ട്. പ്രാണികൾ, ഉദാഹരണമായിട്ട് കൊതുക് എന്ത് ചെയ്യാറുണ്ട്, ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ വെള്ളത്തിൽ ലാൻഡ് ചെയ്യും, അത് മുങ്ങിപ്പോയില്ല. അതുപോലെ തുമ്പി കാണാം, തുമ്പി വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, പ്രതല ബലം കാരണമാണ്. പ്രാണികൾ ജലോപരിതലത്തിലൂടെ നടക്കുന്നു. അതിന് കാരണം എന്താ, പ്രാണികൾ ജലോപരിതലത്തിലൂടെ നടക്കുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു, അതിനുള്ള കാരണം പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, പ്രതലബലം, പ്രാണികൾ ജലോപരിതലത്തിലൂടെ നടക്കുന്നു, സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളൊരു ബ്ലേഡ് എടുക്കുക. ബ്ലേഡ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബ്ലേഡിന്റെ മൂർച്ചയുള്ള ഭാഗമല്ല, ബ്ലേഡിന്റെ പരന്ന ഭാഗമുണ്ടല്ലോ, പരന്ന ഭാഗം നിങ്ങൾ പതിയെ വെള്ളത്തിൽ കൊണ്ടുപോയി വെക്കുക. നിങ്ങൾ പതിയെ ബ്ലേഡ് വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കും. അപ്പൊ ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണവും എന്ത് തന്നെയാ, പ്രതലബലമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഥവാ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് തരിക. ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, ഇതിന് കാരണമായ പ്രതിഭാസം, എന്നിട്ട് ചോദിക്കും പ്രതലബലം, വായുമർദ്ദം, ജലമർദ്ദം, അഡിഷൻ ഫോഴ്സ്, കൊഹിഷൻ ഫോഴ്സ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം പ്രതലബലമാണ്. ഓക്കെ, ബ്ലേഡ് എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, അതിനുള്ള കാരണം പ്രതലബലമാണ് എന്നുള്ളതാണ്. ഓക്കെ, യെസ്, ചെയ്ത് നോക്കിയിട്ടുണ്ട് +1 ഫിസിക്സ്. +1 ഫിസിക്സിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ബ്ലേഡ് ഇങ്ങനെ വെള്ളത്തിൽ വെക്കും, ബ്ലേഡ് എന്ത് ചെയ്യും, പൊങ്ങി കിടക്കും, അതിനുള്ള കാരണം സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, ഇതാണ് പ്രതലബലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതാണ് വായുമർദ്ദം, എയർ പ്രഷർ എന്ന് പറയുന്നത്. വായുമർദ്ദം എന്താണ്? വായുമർദ്ദം എന്ന് പറഞ്ഞാൽ വായു ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന മർദ്ദത്തെയാണ് വായുമർദ്ദം എന്ന് പറയുന്നത്. വായു ഒരു എന്തെങ്കിലും ഒരു സാധനത്തിന് എന്ത് ചെയ്യുന്നു, ഒരു പ്രഷർ കൊടുക്കുന്നു, അതിനെയാണ് വായുമർദ്ദം എന്ന് പറയുന്നത്. പ്രതലബലം എന്ന് പറഞ്ഞാൽ ജലോപരിതലം വലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. അതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഓക്കെ, വായുമർദ്ദം എന്ന് പറഞ്ഞാൽ വായു പ്രയോഗിക്കുന്ന മർദ്ദമാണ് വായുമർദ്ദം. ഈ വായുമർദ്ദം കാരണമാണ്, നിങ്ങൾ നോക്കുക, ഇപ്പൊ മഴ പെയ്യുമ്പോൾ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വരും. ആ വെള്ളത്തുള്ളികൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, വെള്ളത്തുള്ളികളുടെ അടിഭാഗം പരന്നിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്താ, ഈ വെള്ളത്തുള്ളി അടിയിലേക്ക് വരുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ ഓപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലൂടെയാണ് വെള്ളത്തിന്റെ തുള്ളികൾ വരിക. ജലത്തിന്റെ തുള്ളികൾ അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ അന്തരീക്ഷത്തിൽ ആരാണ് തടസ്സമായിട്ടുണ്ടായിരിക്കുക? അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആരാ ഉള്ളത്? യെസ്, വായു ഉണ്ട്. ഓക്കെ, എയർ ഉണ്ട്. അപ്പൊ ആ വായു എന്ത് ചെയ്യുന്നുണ്ട്, ആ വെള്ളത്തുള്ളിയിൽ ഇങ്ങനെ ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വെള്ളത്തുള്ളി താഴേക്ക് വരുമ്പോ അവിടെ എയർ എന്ത് ചെയ്യുന്നു, ഓപ്പോസ് ചെയ്യുന്നു, വായു അതിനെ എതിർക്കുന്നു. ഈ എതിർക്കുന്നത് എന്താണ്? വായുമർദ്ദമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അപ്പോ നമ്മുടെ ഉത്തരം നമുക്ക് ആൾറെഡി കിട്ടി. ഓപ്ഷൻ ബി, വായുമർദ്ദമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, വായുമർദ്ദം. ഓക്കെ, വായുമർദ്ദം കാരണം എന്ത് ചെയ്യുന്നു, താഴോട്ട് പതിക്കുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നു. കാരണം അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഓപ്പോസ് ചെയ്യുകയാണ്. ആ ഓപ്പോസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു,
അതിങ്ങനെ പരന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. കൊഹിഷൻ ബലം നിങ്ങൾ നോട്ട് ചെയ്തോ, ഇമ്പോർട്ടന്റ് ആണ്. കൊഹിഷൻ ബലം, കൊഹിഷൻ ബലം എന്താണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തോ. കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ഓക്കെ, നോട്ട് ചെയ്തോ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ എന്ത് പറയുന്നു? കൊഹിഷൻ ഫോഴ്സ് എന്ന് പറയുന്നു. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഒരേ ഇനം മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം പ്രധാനപ്പെട്ടതാ. നിങ്ങൾ നോക്കുക, നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. ആ വെള്ളം ആ പാത്രത്തിന്റെ നിങ്ങളിപ്പോ ഒരു പാത്രത്തിലേക്ക് ഒരു 8 or 10 വെള്ളം എടുക്കുക. 8 or 10 തുള്ളി വെള്ളം എടുക്കുക. ഓക്കെ, 8 or 10 തുള്ളി വെള്ളം നിങ്ങൾ എടുക്കുക. 8 or 10 തുള്ളി വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തുള്ളികളെല്ലാം ഓരോ തുള്ളി ഓരോ മൂലയിൽ പോയിട്ടാണ് നിൽക്കുക, ആണോ? ഒരു പാത്രത്തിലേക്ക് 8 or 10 തുള്ളി വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തുള്ളികൾ ഓരോ മൂലയിൽ പോയിട്ടാണ് നിൽക്കുന്നത്, ആണോ? നിങ്ങൾ പറ. അല്ല, അല്ല. ഓരോ വെള്ളത്തുള്ളിയും ഓരോ മൂലയിൽ പോയി നിൽക്കാറില്ല. ആ വെള്ളത്തുള്ളികളെല്ലാം ഒരുമിച്ചിട്ടാണ് നിൽക്കാറുള്ളത്. ആ വെള്ളത്തുള്ളിയെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു, അങ്ങനെ അത് ജലമായിട്ട് മാറുന്നു. ഞാൻ ചോദിക്കട്ടെ, ജലം എന്ന് പറയുന്നത് ഏത് തരം തന്മാത്രയാണ്? ജലത്തിന്റെ തന്മാത്രയാണ് H2O, അല്ലെ? H2O തന്മാത്രകൾ. അപ്പൊ ജലത്തിൽ ഒരുപാട് H2O തന്മാത്രകൾ ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? ഒരുപോലെയുള്ള തന്മാത്രകളാണ്. ഈ H2O തന്മാത്രകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു, അഥവാ അടുത്തടുത്തായിട്ട് നിൽക്കുന്നു, അഥവാ ഒരേ ഇനം തന്മാത്രകളാണ് ജലത്തിലുള്ളത്. ജലത്തിന്റെ ഓരോ തുള്ളിയും H2O തുള്ളികളാണ്. ആ H2O തുള്ളികൾ എന്താണ്? ഒരേ ഇനം തന്മാത്രകളാണ്. അപ്പൊ അങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ കൊഹിഷൻ ബലം എന്ന് പറയുന്നു. കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയും. കൊഹിഷൻ ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ജലത്തുള്ളികൾ ചേർന്ന് നിൽക്കുന്നതിനുള്ള കാരണം കൊഹിഷൻ ബലം. നോട്ട് ചെയ്തോ. ജലത്തുള്ളികൾ ചേർന്ന് നിൽക്കുന്നതിന് കാരണം കൊഹിഷൻ ബലമാണ്. ഓക്കെ, ജലത്തുള്ളികൾ ചേർന്ന് നിൽക്കുന്നതിന് കാരണം കൊഹിഷൻ ബലമാണ്. ഇനി അടുത്തത് എന്താ? അടുത്തതാണ് അഡിഷൻ ബലം. അഡിഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അഡിഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആ പേരിൽ തന്നെ ഉണ്ട്. അഡിഷൻ ബലം എന്ന് പറഞ്ഞാൽ എപ്പോഴാ അടി കൂടുക? അടി കൂടാറ് എപ്പോഴുള്ളതാ? അടി കൂടാറുള്ളത് വ്യത്യസ്തമായിരിക്കുമ്പോഴാണ്. അഭിപ്രായത്തിലും ഐക്യത്തിലൊക്കെ വ്യത്യസ്തതയുണ്ടാവുമ്പോഴാണ് അടി കൂടുക. ഏതെങ്കിലും ഒരു കാരണം, ആ ഒരു കാരണത്തിൽ രണ്ടാൾക്കും അഭിപ്രായത്തിൽ വ്യത്യാസം വരുമ്പോ, ഓപ്പോസിറ്റ് വരുമ്പോഴാണ് അടി കൂടുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡിഷൻ ബലം എന്ന് പറയുന്നു. അഡിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡിഷൻ ബലം എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട എന്താ? അടി കൂടാറുള്ളത് എപ്പോഴാ? വ്യത്യസ്തതയുണ്ടാവുമ്പോഴാണ്, ഓപ്പോസിറ്റ് വരുമ്പോഴാണ് അടി കൂടാറുള്ളത്. അപ്പോ അടി കൂടുന്നത് അഡിഷൻ ബലം, വ്യത്യസ്തത ഉണ്ടാവുമ്പോ. ഇതിനുള്ള ഉദാഹരണം നിങ്ങൾ നോട്ട് ചെയ്യേ. ഇതാണ് ഇമ്പോർട്ടന്റ്. ഉദാഹരണമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോ. ബ്ലാക്ക് ബോർഡിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതുന്നത്. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താ? സിമെന്റ് ഒക്കെ തേച്ച് അതിൽ പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ടാണ് ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കുന്നത്, ആണല്ലോ? സിമെന്റ് കൊണ്ട് തേച്ച് അതിൽ കറുത്ത പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ടാണ് ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ അതിൽ എഴുതുന്ന ചോക്ക് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു തന്മാത്രയാണ്. ചോക്കിലുള്ള തന്മാത്രയും ബോർഡിന്റെ തന്മാത്രകളും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ ബ്ലാക്ക് ബോർഡില് വൈറ്റ് ചോക്ക് ഉപയോഗിച്ച് എഴുതുന്നത് എന്താണ്? അവിടെ അഡിഷൻ ബലമാണ്. ആ അഡിഷൻ ബലം കാരണമാണ് അവിടെ ആ എഴുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ വെള്ള പേപ്പറിൽ കറുത്ത മഷി പേന ഉപയോഗിച്ച് എഴുതുന്നത്, ഓക്കെ, അല്ലെങ്കിൽ നീല പേന ഉപയോഗിച്ച് എഴുതുന്നത്, ഓക്കെ, പേപ്പറിൽ പേന കൊണ്ട് എഴുതുന്നത് അഡിഷൻ ബലമാണ്. ബോർഡിൽ ചോക്ക് ഉപയോഗിച്ച് എഴുതുന്നത് അഡിഷൻ ബലമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ന് പറയുന്നത്. അതിനെയാണ് അഡിഷൻ ബലം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് മാഗ്നറ്റ് ഓപ്പോസിറ്റ് സൈഡ് ചേർന്ന് വരുന്നത് അഡിഷൻ ഫോഴ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ മാഗ്നറ്റിന്റെ തന്മാത്രകൾ തമ്മിൽ വ്യത്യാസമില്ല, അതിന്റെ പോളുകൾ തമ്മിലെ വ്യത്യാസമുള്ളൂ. അഥവാ സൗത്ത് പോളും നോർത്ത് പോളും, ഓക്കെ, വടക്ക് തെക്ക് എന്നുള്ള ആ
ആ ദിശകൾ തമ്മിലാണ് വ്യത്യാസമുള്ളൂ. അത് ആ ഫോഴ്സ് അല്ല, അത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കേട്ടോ. കാന്തിക ബലമാണ് അവിടെയുള്ള കാരണം. ഓക്കെ, നല്ല ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കാന്തിക ബലമാണ്. കാന്തിക ബലം മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, കാന്തങ്ങൾ ഒട്ടിപ്പിടിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സ് കാന്തിക ബലമാണ്. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കാന്തിക ബലം. അപ്പൊ പ്രതല ബലം കിട്ടി. പ്രാണികൾ ജലോപരിതലത്തിലൂടെ നടക്കുന്നത് പ്രതലബലം. ബ്ലേഡ് ജലത്തിൽ പൊങ്ങി കിടക്കുന്നത് പ്രതലബലം. ഓക്കെ, അതുപോലെ തന്നെ മഴത്തുള്ളിയുടെ വെള്ളത്തിന്റെ തുള്ളി പരന്നു നിൽക്കുന്നതിനുള്ള കാരണം വായുമർദ്ദം. ഓക്കെ, അതുപോലെ തന്നെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. കൊഹിഷൻ ഫോഴ്സ്. ഓക്കെ, അഥവാ കൊഹിഷൻ ബലം എന്ന് പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജലത്തുള്ളികൾ ചേർന്ന് നിൽക്കുന്നത്. കൊഹിഷൻ ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി അഡിഷൻ ബലം നമ്മൾ പറഞ്ഞു. അഡിഷൻ ബലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ ബലം. ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. എന്തായിരുന്നു ഉദാഹരണം? ബ്ലാക്ക് ബോർഡിൽ വെള്ള ചോക്ക ഉപയോഗിച്ച് എഴുതുന്നത് അഡിഷൻ ബലം. അതുപോലെ പേപ്പറിൽ പേന ഉപയോഗിച്ച് എഴുതുന്നത് അഡിഷൻ ബലം. ഓക്കെ, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡിഷൻ ബലം എന്നും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇത് 4 നിങ്ങൾ പഠിക്കണം കേട്ടോ. 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ വർഷം മാറി മാറി ചോദിക്കാറുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ മക്കളെ? ഒന്ന് പറ, യെസ് ഓർ നോ. യെസ്, ഉദാഹരണ സഹിതം നിങ്ങൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം ഏത്? ഓക്കെ, സയന്റിഫിക് മെത്തേഡിന്റെ കറക്റ്റ് രൂപം ഏതാണ് എന്നുള്ളത്. സയന്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ രീതിയുടെ ശരിയായിട്ടുള്ള ക്രമം. ഇതൊരു പെഡഗോജി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെഡഗോജി ചോദ്യമാണ്. ആരോ ചോദിച്ചിട്ടുണ്ട് വാട്ടറും ഓയിലും മാറി നിൽക്കുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത്. വാട്ടറും ഓയിലും മാറി നിൽക്കാനുള്ള കാരണം അതിന്റെ ഡെൻസിറ്റി ആയിട്ട് അവിടെ ബാധിക്കുന്നത്. സാന്ദ്രതയാണ്, ഡെൻസിറ്റിയാണ്. ആ ഡെൻസിറ്റിയുടെ വ്യത്യാസത്തിലാണ് വാട്ടറും ഓയിലൊക്കെ എന്ത് ചെയ്യുന്നത്? വ്യത്യസ്തമായി നിൽക്കുന്നത്. അത് ഡെൻസിറ്റി ആണ്. അത് ഈ കോൺസെപ്റ്റ് അല്ല, മറ്റൊരു കോൺസെപ്റ്റ് ആണ്. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായിരുന്നു ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശാസ്ത്രീയ രീതി ക്രമമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഒരുപാട് ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്? സി ആണ് വരുന്നത്. ഓക്കെ, ശാസ്ത്രീയ രീതി. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താ? ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഓപ്ഷൻ സി നോട്ട് ചെയ്യുക. ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ. ഓക്കെ, അഥവാ സ്റ്റേജസ് ഇൻ സയന്റിഫിക് മെത്തേഡ് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ നോട്ട് ചെയ്യൂ. ഇത് എപ്പോഴും ചോദിക്കുന്നതാ, ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങള്. ഓക്കെ, പ്രശ്നം അനുഭവപ്പെടുക. ഓക്കെ, ഫീലിംഗ് എ പ്രോബ്ലം. അടുത്തതാണ് പരികൽപ്പന രൂപീകരിക്കുക, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. മൂന്നാമത്തേതാണ് വിവരശേഖരണം, ഡാറ്റ കളക്ഷൻ. അവസാനത്തേതാണ് നിഗമനത്തിലെത്തുക, ഡ്രോയിങ്, ഇൻഫറൻസ്. ഈ 4 ഘട്ടങ്ങളാണ് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ: പ്രശ്നം അനുഭവപ്പെടുക, പരികൽപ്പന രൂപീകരിക്കുക, വിവരശേഖരണം, നിഗമനത്തിലെത്തുക. ഇതാണ് ശാസ്ത്രീയ രീതിയുടെ ഘട്ടങ്ങൾ, സയന്റിഫിക് മെത്തേഡ്സ്. ഓക്കെ ആണോ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തെടുത്തോ? ചേമ്പിലയിലെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അത് എന്ത് തന്നെയാണ്? നമ്മുടെ ഈ കൊയിഷൻ ഫോഴ്സ് തന്നെയാണ് കേട്ടോ. കൊയിഷൻ ഫോഴ്സ് ആണ്. ഒരേ ഇനം തന്മാത്രകളാണ് അവിടെ ആകർഷിക്കുന്നത്. അതായത് ചേമ്പിലയിൽ വെള്ളം നിൽക്കാനുള്ള കാരണം എന്താണ്? ആ ചേമ്പിലെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നുമില്ല. പക്ഷെ ആ വെള്ളം ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ. ചേമ്പിലയിലുള്ള വെള്ളം ചേർന്നാണ് നിൽക്കുന്നത്. അതായത് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിനുള്ള കാരണം നമ്മുടെ കൊയിഷൻ ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, പ്രശ്നം അനുഭവപ്പെടുക, പരികൽപ്പന രൂപീകരിക്കുക, വിവരശേഖരണം, നിഗമനത്തിലെത്തുക. നോട്ട് ചെയ്തെടുത്തോ? നോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്ന് എസ് പറയൂ.
യെസ്, ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, EPA അഥവാ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി സ്റ്റാൻഡേർഡ് പ്രകാരം കുടിവെള്ളത്തിന് അനുവദനീയമായ pH പരിധി. EPA അഥവാ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പ്രകാരം കുടിവെള്ളത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ കുടിവെള്ളത്തിന് അനുവദനീയമായ pH വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 7th സ്റ്റാൻഡേർഡിൽ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. 7ാം ക്ലാസ്സിൽ ആസിഡുകളും ആൽക്കലികളും എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പ്രകാരം കുടിവെള്ളത്തിന് അനുവദനീയമായ pH എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 6.5 to 8.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, pH 7 എന്ന് പറയുന്നത് എന്താ? pH 7 എന്ന് പറയുന്നത് എന്താണ്? അത് ഏത് തരം ലായനിയായിരിക്കും? pH 7 എന്ന് പറയുന്നത് ഏത് തരമായിരിക്കും? ആൽക്കലി ആണോ? എന്താണ് pH 7 എന്ന് പറയുന്നത്? നിർവീര്യമായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. pH 7 എന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നിർവീര്യ ലായനിയായിരിക്കും. ആസിഡിന്റെയോ ആൽക്കലിയുടെയോ പ്രോപ്പർട്ടി ഇല്ലാത്ത കാര്യമാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്, നിർവീര്യം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, pH 7-നേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? pH 7-നേക്കാൾ കുറവാണെങ്കിൽ എന്തായിരിക്കും? pH 7-നേക്കാൾ കുറവാണെങ്കിൽ ആസിഡ് ആയിരിക്കും. ഓക്കെ, ആസിഡ് ആയിരിക്കും. pH less than 7 ആണെങ്കിൽ ആസിഡ് ആയിരിക്കും. എങ്കിൽ pH greater than 7 ആണെങ്കിലോ? pH 7-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? pH 7-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ആൽക്കലി. അതെന്തായിരിക്കും? ഒരു ആൽക്കലി ആയിരിക്കും. ഓക്കെ, pH 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ജലത്തിന്റെ pH എത്ര ആയിരിക്കും? ശുദ്ധജലത്തിന്റെ pH എത്രയായിരിക്കും? ശുദ്ധജലത്തിന്റെ pH, യെസ്, ശുദ്ധജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. ശുദ്ധജലത്തിന്റെ pH 7 ആയിരിക്കും എന്നുള്ളതാണ്. 7 ആയിരിക്കും ശുദ്ധജലത്തിന്റെ pH. പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം 7 ഒന്നല്ല, കാരണം അത് 7-നേക്കാൾ കുറവോ കൂടുതലോ ആയിരിക്കാം. 6.5 to 8.5 വരെയുള്ള വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും? കുടിക്കാൻ പറ്റും എന്നുള്ളതാണ് EPA പറയുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ എന്താണ്? നമ്മുടെ റെയിൻ വാട്ടർ ഒക്കെ ഒരുപാട് pH കുറവാണ്. റെയിൻ വാട്ടറിന്റെ pH 6 ഒക്കെ വരുന്നുള്ളൂ. കാരണം എന്താ അറിയോ? നമ്മുടെ റെയിൻ വാട്ടർ എന്താണ്? കുറച്ച് അസിഡിക് ആണ്. റെയിൻ വാട്ടർ അസിഡിക് ആവാനുള്ള കാരണം എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ? റെയിൻ വാട്ടർ, മഴവെള്ളം എന്തുകൊണ്ട് അസിഡിക് ആവുന്നു? കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? സൾഫർ ഡയോക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? മഴവെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കാർബോണിക് ആസിഡും സൾഫോണിക് ആസിഡ് ഒക്കെ ഉണ്ടാവും. അതുപോലെ നൈട്രിക് ആസിഡ് ഒക്കെ ഉണ്ടാവും. അഥവാ ഈ ഒരു സംഭവം, ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ്, SO2, NO2 ഇതൊക്കെ വെള്ളത്തിൽ മിക്സ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഇത് വെള്ളത്തിൽ മിക്സ് ആവുമ്പോൾ അത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും, സൾഫോണിക് ആസിഡ് ആയിട്ട് മാറും, നൈട്രിക് ഓക്സൈഡ് ഒക്കെ ആയിട്ട് മാറും. അപ്പൊ ഇതെന്തായിരിക്കും? നമ്മുടെ മഴവെള്ളം എന്ന് പറയുന്നത് കുറച്ച് അസിഡിക് ആയിട്ടുള്ളതായിരിക്കും. ഇനി pH എങ്ങനെയാണ് അളക്കുന്നത് എന്നുള്ളത്, pH അളക്കുന്ന ഉപകരണത്തെ പറയുന്നതാണ് pH സ്കെയിൽ എന്ന് പറയുന്നു. pH അളക്കാനാണ് pH സ്കെയിൽ. ഓക്കെ, pH അളക്കാൻ pH സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. pH സ്കെയിൽ. അതില് ഒരുപാട് കളറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്യാൻ വി ഡ്രിങ്ക് റെയിൻ വാട്ടർ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുടിക്കുക കേട്ടോ. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നാച്ചുറൽ ആയിട്ട് തരുന്നത് തന്നെയുള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇനി pH പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് pH അളക്കുന്നത്. pH സ്കെയിൽ അല്ലെങ്കിൽ pH പേപ്പർ എന്ന് പറയും. pH പേപ്പർ, ഒരു പേപ്പറാണ് ഈ ഒരു pH അളക്കാനുള്ളത്. ആ പേപ്പറിൽ എന്തുണ്ടാവും? 14 കളറുകൾ ഉണ്ടാവും. അങ്ങനെ ഇവിടെ മിഡിലിൽ എന്തുണ്ടാവും? pH 7 ഉണ്ടാവും. താഴോട്ട് പോകുമ്പോൾ 6, 5, 4, 3, 2, 1 ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ മുകളിലേക്ക് 14 വരെ ഉണ്ടായിരിക്കും. ഇതാണ് pH സ്കെയിൽ. ഈ pH സ്കെയിലിൽ ഓരോ കളറുകൾ ഉണ്ടായിരിക്കും. ആ കളർ എന്ത് ചെയ്യുക? നമ്മൾ ഏത് ലായനിയുടെ pH ആണോ നോക്കേണ്ടത്, ആ പേപ്പർ നമ്മൾ ആ ലായനിയിൽ മുക്കി വെക്കുക. ആ ലായനിയിൽ മുക്കി വെക്കുമ്പോൾ നിങ്ങൾക്കൊരു കളർ കാണാൻ വേണ്ടി പറ്റും. ആ കളർ നിങ്ങൾ ഈ ഒരു pH പേപ്പറിന്റെ ചാർട്ടിൽ നിങ്ങൾ നോക്കുക. ആ ചാർട്ടിൽ നോക്കുമ്പോൾ ഏത് കളറാണോ കിട്ടുന്നത് ആ വാല്യൂ ആയിരിക്കും pH വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കണ്ട. പക്ഷെ ആസ് എ ടീച്ചർ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ നാളെ UP സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയണം. നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചോദിച്ച മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദ്യം ഇതായിരുന്നു,
ഓക്കെ, ചോദ്യം ഇതായിരുന്നു. താഴെ പറയുന്നവയിൽ, ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്തോ, താഴെ പറയുന്നവയിൽ കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാണ്? താഴെ പറയുന്നവയിൽ കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്ന് നൽകാം. താഴെ പറയുന്നവയിൽ കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാണ്? ഓപ്ഷൻ എ pH 9, ഓപ്ഷൻ ബി pH 7, ഓപ്ഷൻ സി pH 5, ഓപ്ഷൻ ഡി pH 12. ഇതിൽ ഏതിലാണ് കുമ്മായം ചേർക്കേണ്ടത്? നിങ്ങൾ പറ. ABCD നിങ്ങൾ പറ. കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊരു കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാണ്? കുമ്മായം. ഓക്കെ ഓക്കെ, കുമ്മായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. കുമ്മായം എന്ന് പറഞ്ഞാൽ അതൊരു ആൽക്കലിയാണ്, ബേസ് ആണ്. കുമ്മായം എന്ന് പറയുന്നത് ആൽക്കലിയാണ്, ബേസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആൽക്കലി ചേർക്കേണ്ടത് ഏത് മണ്ണിലായിരിക്കും? ഒരു അസിഡിക് സ്വഭാവമുള്ള മണ്ണിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. മനസ്സിലായോ? ചോദ്യം ഇങ്ങനെ വരിക, മനസ്സിലായോ? അപ്പൊ അസിഡിക് സ്വഭാവമുള്ള മണ്ണ് ഇതിൽ ഏതാണ്? pH 9 എന്ന് പറയുന്നത് എന്താ? ബേസിക് സ്വഭാവമാണ്. pH 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. pH 5 എന്ന് പറഞ്ഞാൽ അസിഡിക് സ്വഭാവമുള്ളതാണ്, അസിഡിക് സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കുമ്മായം ചേർക്കേണ്ടത് ഏത് മണ്ണിലാ? pH 5 ഉള്ള മണ്ണിലാണ്. അസിഡിക് സ്വഭാവമുള്ള മണ്ണിൽ ബേസിക് സ്വഭാവമുള്ള കുമ്മായം ചേർക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ബ്രാസ് ഏതിന്റെ എല്ലാം മിശ്രിതമാണ്? ബ്രാസ് ഏതിന്റെ എല്ലാം മിശ്രിതമാണ്? ബ്രാസ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ലോഹസങ്കരങ്ങൾ, ലോഹസങ്കരങ്ങൾ കേഡറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണ്. ബ്രാസ് എന്ന് പറയുന്നത് ഏതിന്റെ എല്ലാം മിശ്രിതങ്ങളാണ്? ഏതാണ് ബ്രാസ്? യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുറച്ച് ആളുകളൊക്കെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെയൊക്കെ ബ്രാസ്? നമുക്ക് ഓരോന്ന് നോക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാ, നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ലോഹ മിശ്രിതങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യം പറയുന്നത് ബ്രാസ് ആണ്, ബ്രാസ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്തോ. ബ്രാസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെയൊക്കെ മിശ്രിത? നിങ്ങളിപ്പോ എല്ലാവരും കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതത്തെയാണ് ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതമാണ്. കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതത്തെ ബ്രാസ് എന്ന് പറയുന്നു. ഓക്കെ, ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതമാണ്. ഇനി അടുത്തത് എന്താ? ടിന്നും ലെഡും പറഞ്ഞിട്ടുണ്ട് അല്ലെ? ടിന്നും ലെഡുമാണ് നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ട് വന്നത്. ടിൻ ആൻഡ് ലെഡ്. ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതത്തെ ഒരു പേര് പറയും. എന്താണെന്നറിയോ? ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതത്തെ പറയുന്ന പേരെന്താ? ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതത്തെ പറയുന്ന പേരെന്താ? അറിയോ? നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതത്തെ പറയുന്ന പേരാണ് സോൾഡർ. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സോൾഡർ എന്നറിയപ്പെടുന്നു. സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതമാണ് സോൾഡർ എന്ന് പറയുന്നത്. സോൾഡർ. ഓക്കെ, സോൾഡർ. അടുത്തത് ഇരുമ്പും കാർബണും. ഇരുമ്പും കാർബണും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇരുമ്പും കാർബണും നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇരുമ്പും കാർബണും, ഇരുമ്പും കാർബണും തമ്മിലുള്ള മിശ്രിതത്തെ പറയുന്ന പേരെന്താ? ഇരുമ്പും കാർബണും തമ്മിലുള്ള മിശ്രിതത്തെ പറയുന്ന പേരാണ്, യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇന്ന് പോലും സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. കിച്ചണിൽ പോയാൽ സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റീൽ എന്ന് പറയുന്നു? സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇരുമ്പുണ്ടല്ലോ, ഇരുമ്പിലേക്ക് കാർബൺ ആഡ് ചെയ്തതാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിക്കലും ക്രോമിയവും. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ പേരൊന്ന് നിക്കൽ ക്രോമിയം എന്നുള്ളത് നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. നിക്കലും ക്രോമിയയും ചേർന്ന മിശ്രിതത്തെ പറയുന്ന പേരാണ് എന്തറിയോ? യെസ്, നിക്രോം എന്ന് പറയുന്നു. നിക്രോം. നോട്ട് ചെയ്തോ. നിക്കലും ക്രോമിയവും ചേർന്നിട്ടുള്ള മിശ്രിതത്തെ നിക്രോം എന്ന് പറയുന്നു. നിക്രോം. നിക്രോം എന്നറിയപ്പെടുന്നത് എന്താ? നിക്രോം എന്നറിയപ്പെടുന്നത് നിക്കലും ക്രോമിയവും ചേർന്നിട്ടുള്ള മിശ്രിതമാണ്. ഓക്കെ, നിക്കലും ക്രോമിയവും ചേർന്ന മിശ്രിതത്തെ നിക്രോം എന്ന് പറയുന്നു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറ, നിക്രോം നമ്മൾ ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിക്രോം നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് എവിടെയാണ്? അറിയാമോ? അറിയുന്നവർക്കൊന്ന് കമന്റ് ചെയ്യോ. നിക്രോം എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? നിക്രോം
യെസ്, നിക്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിക്രോം ഇസ് എ അലോയ്. അതൊരു അലോയ് ആണ്, അഥവാ മിശ്രിതമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ അറിയോ? നമ്മൾ ഈ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഹീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഹീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? അയൺ ബോക്സ്. എന്താണ് അയൺ ബോക്സ്? നമ്മൾ ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ആണല്ലോ. അപ്പൊ നമ്മൾ അയൺ ബോക്സിൽ, ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? നിക്രോമാണ്. അയൺ ബോക്സിൽ ഉപയോഗിക്കുന്നത് നിക്രോമാണ് എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഹീറ്ററുകൾ ഉണ്ടാവില്ലേ, ഹീറ്ററിൽ എന്ത് ചെയ്യാറുണ്ട്? നിക്രോം ഉപയോഗിക്കാറുണ്ട്. വാട്ടർ ഹീറ്റർ പോലുള്ള ഉപകരണങ്ങളിലെല്ലാം നിക്രോം ഉപയോഗിക്കാറുണ്ട്. അയൺ ബോക്സ്, അപ്പോ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, ചൂടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നിക്രോം. അതായത് ഈ നിക്രോം എന്ന് പറയുന്ന ലോഹസങ്കരത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് താപമാവും, ചൂടാവും. അഥവാ നിക്രോം എന്ത് ചെയ്യും? ചൂട് പിടിക്കും. നിക്രോം എന്ന് പറയുന്ന ലോഹത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അത് ചൂടാവും, ചൂട് പിടിക്കും. അതിനെയാണ് അതുകൊണ്ടാണ് നമ്മൾ അയൺ ബോക്സിലെല്ലാം നിക്രോം ഉപയോഗിക്കുന്നത്. ഓക്കെ. അയൺ ബോക്സിൽ എന്ത് ചെയ്യാറുണ്ട്? നിക്രോമിന്റെ കമ്പികൾ ഇങ്ങനെ വെക്കാറുണ്ട്, ഇങ്ങനെ ഈ ഒരു ആകൃതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? കറണ്ട് കൊടുക്കുമ്പോൾ അത് ചൂട് പിടിക്കും. ഓക്കെ. ഇനി ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് ഏതാ അറിയോ? ഫ്യൂസ് എന്ന് പറഞ്ഞോ? ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് ഏതാ? ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് ഫ്യൂസിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാ? ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടിന്നും ലെഡുള്ള സോൾഡർ. യെസ്, നമ്മൾ പറഞ്ഞു ടിന്നും ലെഡ് ഉപയോഗിച്ചിട്ടുള്ള സോൾഡർ ഉണ്ടല്ലോ, ഇത് സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ടിന്നും ലെഡും ഉപയോഗിച്ചിട്ടുള്ള സോൾഡർ എന്ന് പറയുന്നത്. സോൾഡർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു സേഫ്റ്റി ഫ്യൂസിലാണ്. ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നതിലല്ല. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് നമ്മുടെ ബൾബില്ലേ, പഴയ ബൾബുകൾ ഉണ്ടല്ലോ, ആ മഞ്ഞ കളറിൽ ചൂട് പിടിക്കുന്ന ബൾബില്ലേ, ആ ബൾബിലാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ലോഹം ഉപയോഗിക്കുന്നത് നമ്മുടെ പഴയ മഞ്ഞ ബൾബ് ഉണ്ടല്ലോ, 10-12 രൂപ കിട്ടുന്ന ആ ചൂട് പിടിക്കുന്ന, നല്ല ചൂടാവുന്ന ഫിലമെന്റ് ബൾബ്, അതിൽ ഉപയോഗിക്കുന്നതാണ്. അതിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ഫിലമെന്റ് ബൾബിലാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതമാണ്. സോൾഡർ എന്ന് പറഞ്ഞാൽ ടിന്നിന്റെയും ലെഡിന്റെയും മിശ്രിതമാണ്. സേഫ്റ്റി ഫ്യൂസിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം, കാരണം നമ്മുടെ പ്രഥമ ശുശ്രൂഷയുമായി ഒരു ബന്ധമുള്ള ടോപ്പിക്കാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് ടിന്നും ലെഡും ചേർന്ന സോൾഡർ എന്ന് പറയുന്ന ലോഹ മിശ്രിതമാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണും കാർബണുമാണ്, ഇരുമ്പും കാർബണുമാണ്. അതുപോലെ നിക്രോം എന്ന് പറഞ്ഞാൽ നിക്കലും ക്രോമിയവുമാണ് ഉപയോഗിക്കുന്നത്. എവിടെയാ? അയൺ ബോക്സിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് പറ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു പെഡഗോജി ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ പഠന പുരോഗതി രേഖ അഥവാ SEPയിലുള്ള രേഖപ്പെടുത്തലുകൾ എന്തെല്ലാം? താഴെ പറയുന്നവയിൽ കുട്ടികളുടെ പഠന പുരോഗതി രേഖയിൽ ഉള്ള രേഖപ്പെടുത്തലുകൾ: നിരന്തര വിലയിരുത്തൽ മാത്രം, ടേം വിലയിരുത്തൽ മാത്രം, സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ, നിരന്തര വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ. യെസ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമ്മൾ നേരിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ. പഠന പുരോഗതി രേഖ, SEP എന്ന് പറയുമ്പോൾ കുട്ടികളെ സമഗ്രമായി വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ കുട്ടികളെ നിരന്തരമായിട്ട് വിലയിരുത്തുന്ന രേഖകൾ ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ടായിരിക്കും, ടേം ഇവാലുവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ സാമൂഹിക വൈകാരിക മേഖലയിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എന്താ? SEPയിലുള്ള രേഖകൾ എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. SEP പഠന പുരോഗതി രേഖയിലുള്ള രേഖപ്പെടുത്തലുകൾ: നിരന്തര വിലയിരുത്തൽ ഉണ്ടായിരിക്കും, അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ടായിരിക്കും. ടേം വിലയിരുത്തൽ, ടേം അസസ്മെന്റ് ഉണ്ടായിരിക്കും. സാമൂഹിക വൈകാരിക മേഖലയിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരിക്കും. സോഷ്യൽ ആൻഡ് ഇമോഷണൽ അസസ്മെന്റ് ഉണ്ടായിരിക്കും. ഇത്രയും വിലയിരുത്തലുകളാണ് നമ്മുടെ ഈ ഒരു പഠന പുരോഗതി രേഖ SEPയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചതായിരുന്നു. കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ത്രൈമാസിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇംഗ്ലീഷ് ഒന്നുകൂടെ പറഞ്ഞുതരാം. കണ്ടിന്യൂസ് അസസ്മെന്റ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ടേം ഇവാലുവേഷൻ, അതുപോലെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ അസസ്മെന്റ്. കണ്ടിന്യൂസ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ അസസ്മെന്റ്. ചോദ്യം ഇതായിരുന്നു:
കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക. ത്രൈമാസിക എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 3 പബ്ലിഷിംഗ് ഉണ്ടായിരിക്കും. അതിനെയാണ് ത്രൈമാസിക എന്ന് പറയുന്നത്. ഒരു മാസത്തിൽ 3 പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ത്രൈമാസിക എന്ന് പറയുന്നത്. ഒരു മാസത്തിൽ 3 പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ ത്രൈമാസിക എന്ന് പറയുന്നു. നമ്മുടെ ചോദ്യം ഇതാണ്, കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക. നിങ്ങൾ നോട്ട് ചെയ്തോ? ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആരണ്യം. ആരണ്യം എന്നുള്ളതാണ് കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക. ഓക്കെ, ആരണ്യം. നോട്ട് ചെയ്യുക, ആരണ്യം. ഓക്കെ, ആരണ്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആരണ്യം എന്ന് പറയുന്നത് കേരള വനം വന്യജീവി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയാണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിലേക്ക് ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8590672089. ഓക്കെ, ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളുള്ള നിങ്ങളുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ സ്ക്രീൻ എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് റെക്കോർഡായിട്ടും നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് PDF ആയിട്ട് ലഭിക്കും. അതുപോലെ എല്ലാ ദിവസവും കാറ്ററ്റ് പരീക്ഷ എന്നാണോ ജനുവരി 18 വരെ നിങ്ങൾക്ക് ഡെയിലി എക്സാംസും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ക്രാഷ് ക്യാമ്പ്, ഇതുപോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന, ഓരോ ദിവസം ഓരോ ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന ക്രാഷ് ക്യാമ്പും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. 8590672089. ഓക്കെ, ഒന്നുകൂടെ നോട്ട് ചെയ്യുക, 8590672089 എന്നുള്ള നമ്മുടെ DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾ അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി? പെഡോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് പെഡോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സോയിൽ. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെഡോളജി. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അന്താരാഷ്ട്ര മണ്ണ് ദിനം എന്നാണ്? അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഡിസംബർ 5 മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. മണ്ണ് ദിനം ഡിസംബർ 5. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ജലത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്തായിരുന്നു? സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ടർ. ജലത്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരാണ് ഹൈഡ്രോളജി. ഹൈഡ്രോളജി പഠിക്കുക. ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോളജി. സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ടർ ആണ് ഹൈഡ്രോളജി. എങ്കിൽ പർവ്വതത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താ? സയന്റിഫിക് സ്റ്റഡി ഓഫ് മൗണ്ടൻ. സയന്റിഫിക് സ്റ്റഡി ഓഫ് മൗണ്ടൻ, പർവ്വതത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരാണ്, നോട്ട് ചെയ്തോ, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കില്ല, ഓറോളജി. ഓറോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് മൗണ്ടൻ ആണ്, പർവ്വതത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. എങ്കിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഫോസിൽ. ഫോസിലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്തറിയപ്പെടുന്നു? ഫോസിലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന പേരാണ് പാലിയന്റോളജി. ഓക്കെ, പാലിയന്റോളജി എന്നറിയപ്പെടുന്നു. നിങ്ങൾ നോട്ട് ചെയ്യുക, പാലിയന്റോളജി. പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഫോസിലാണ്. പാലിയന്റോളജി എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ഫോസിലാണ്. പാലിയന്റോളജി എന്നറിയപ്പെടുന്നു. പാലിയന്റോളജി. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് കോയിൻ. നാണയത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. സയന്റിഫിക് സ്റ്റഡി ഓഫ് കോയിൻ അറിയപ്പെടുന്നത് എന്താ? ഇവിടെ സ്ക്രീനിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ബാസില. മൗണ്ടനെ കുറിച്ച് പഠിക്കുന്നതാണ് ഓറോളജി. ഓറോളജി ആണ് മൗണ്ടനെ കുറിച്ച് പഠിക്കുന്നത്. എങ്കിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് കോയിൻസ് ആണ്. വെരി ഗുഡ്.
ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നു. SCERT ഫാക്ട് ആണ് കേട്ടോ. SCERTയിലുള്ള ഫാക്ട് ആണ് ന്യൂമിസ്മാറ്റിക്സ്. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് കോയിൻസ്. ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നു. ന്യൂമിസ്മാറ്റിക്സ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മള് ലോക മണ്ണ് ദിനമായിട്ട് എന്നാ പറഞ്ഞത്? ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡിസംബർ എന്നായിരുന്നു. ഡിസംബർ 5 ആയിരുന്നു. എങ്കിൽ എന്റെ ചോദ്യം, ലോക ജലദിനം എന്നാ? ലോക ജലദിനം. ലോക ജലദിനം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക ജലദിനം. ലോക ജലദിനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 22 കേട്ടോ. മാർച്ച് 22 ആണ് ലോക ജലദിനം എന്ന് പറയുന്നത്. ഓക്കെ, മാർച്ച് 22 ലോക ജലദിനമാണെങ്കിൽ മാർച്ച് 21 ഏത് ദിനാ? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാ. മാർച്ച് 21 ഏത് ദിനാണ്? മാർച്ച് 21 എന്ന് പറയുന്നത് ഏത് ദിനാണെന്ന് അറിയോ? യെസ്, മാർച്ച് 21 ലോക വനദിനമാണ്. ലോക വനദിനമാണ് മാർച്ച് 21 എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാർച്ച് 23 ഏത് ദിനാണ് അറിയോ? മാർച്ച് 23 ഏത് ദിനാണ് അറിയോ? മാർച്ച് 23 ക്ഷയദിനം. ക്ഷയദിനമാണ് മാർച്ച് 23 എന്ന് പറയുന്നത്. ഇത് മൂന്നും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക. ഇത് പഠിക്കാൻ ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, നിങ്ങൾ പഠിച്ചോ. എന്ത് പഠിച്ചാൽ മതി? വനജയുടെ കാലിൽ ക്ഷയം എന്ന് പഠിച്ചോ. വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം എന്ന് പഠിക്കുക. ഓക്കെ, വനജയുടെ കാലിൽ ക്ഷയം. സോറി, ക്ഷയദിനം എന്നാ? ക്ഷയദിനം മാർച്ച് 24 കേട്ടോ. മാർച്ച് 24 ക്ഷയദിനം. ഓക്കെ, മാർച്ച് 23 എന്ന് പറയുന്നത് കാലാവസ്ഥാ ദിനമാണ്. മാർച്ച് 23 കാലാവസ്ഥാ ദിനമാണ്. നിങ്ങൾ നോട്ട് ചെയ്യുക. മാർച്ച് 23 കാലാവസ്ഥാ ദിനമാണ്. മാർച്ച് 23 എന്ന് പറയുന്നത് കാലാവസ്ഥാ ദിനം. മാർച്ച് 23. ഇപ്പൊ 2-3 ആൾ കമന്റ് ചെയ്തപ്പോ എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയതാണ്. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഡിൽ നിന്ന് എന്ത് കിട്ടും? വനജയുടെ കാലിൽ ക്ഷയം എന്ന് കിട്ടി. ഇതിൽ വനം എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ മാർച്ച് 21 ആണ്. മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 21 വനദിനം. അടുത്തത് ജ. വന കഴിഞ്ഞാൽ ജ. ജ എന്ന് പറയുന്നത് ജലമാണ്. ജലദിനം മാർച്ച് 22 ആണ്. അടുത്തത് കാലിൽ എന്നുള്ളതിൽ കാലാവസ്ഥ കിട്ടും. കാലാവസ്ഥാ ദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 23 ആണ്. അടുത്തത് ക്ഷയം. ക്ഷയം എന്ന് പറയുന്നത് മാർച്ച് 24 ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. വനദിനം മാർച്ച് 21. ജലദിനം മാർച്ച് 22. കാലാവസ്ഥാ ദിനം മാർച്ച് 23. ക്ഷയദിനം മാർച്ച് 24. കിട്ടിയോ? കോഡ് വനജയുടെ കാലിൽ ക്ഷയം. ഈ ഒരു കോഡ് പഠിച്ചാൽ തന്നെ കിട്ടും. ഇത് 4 PYQ കേട്ടോ. 4 PYQ ആണ്. 4 ചോദിച്ചിട്ടുള്ളതാണ്. കേഡറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, ക്ലിയർ ആണ്. അപ്പോ നമ്മള് 11 ചോദ്യങ്ങള് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യമെല്ലാം നോട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം കിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അത്രയും റെഫർ ചെയ്തുകൊണ്ടാണ്. സാധാരണ ഒരു കോണ്ടന്റ് പഠിപ്പിക്കുന്ന പോലെയല്ല ഇത്. കാരണം ഒരു കോണ്ടന്റ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോണ്ടന്റ് പഠിച്ചാൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ ഇത് ഞാൻ ഓരോ കണക്റ്റീവ് ഫാക്ടുകളും നമ്മൾ കൃത്യമായിട്ട് റെഫർ ചെയ്തുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് കോണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതെല്ലാം നോക്കിക്കൊണ്ട് അതുപോലെ അതിന്റെ കണക്റ്റീവ് ഫാക്ടറുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ തരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ ക്ലാസ് കിട്ടുമ്പോൾ ഈ ഒരു മണിക്കൂറിന് വേണ്ടി 8-10 മണിക്കൂർ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ റെക്കോർഡ് വെർഷൻ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ ഒരു കാര്യം കണ്ടാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ 30 ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന 30 ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിൽ ക്രാഷ് കോഴ്സിന്റെ കൂടെ
ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമല്ല, ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത 30 ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സിലും 30 ചോദ്യം വീതം 30 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണക്റ്റീവ് ഫാക്ടറുകളെല്ലാം പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങൾ വൈകിക്കരുത്. ഈ ഒരു നമ്പറിൽ നിങ്ങൾ അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു മാനേജിംഗ് വിങ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമ്മുടെ അഡ്മിഷൻ വിങ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8590672089 എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടു നിൽക്കരുത്, ഇനി നിങ്ങൾ കാത്തു നിൽക്കരുത്. ഇനിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന്റെയാണ് അടുത്ത ക്ലാസ് വേണ്ടത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത്? നിങ്ങൾ പറയുന്നതിൽ കൂടുതൽ ആളുകൾ പറയുന്നതാണ് നമ്മൾ എടുക്കുക. ഓക്കെ, മലയാളം ഗ്രാമർ, മാത്സ്, ഇംഗ്ലീഷ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളം ഗ്രാമറിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ മലയാളം ഗ്രാമർ നിങ്ങളെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, അറിയിക്കാം. ടൈം ടേബിൾ നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും, ഏതാ ക്ലാസ് ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയിക്കും. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ഈ ഒരു അവസരം കിട്ടാത്ത ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് ഈ ഒരു ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ്, ഈ ക്ലാസ് കിട്ടാത്ത ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ കിട്ടാത്തവരുണ്ടായിരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾക്ക് ഈ അവസരം കിട്ടാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ആ ഒരു ക്ലാസ്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഉണ്ടല്ലോ, കേട്ടറ്റ് ഫ്രീ ക്ലാസ് ആൻഡ് നോട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ലിങ്ക്, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു നോക്ക്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താണ് ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു നന്മ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ച കാര്യം ഇതാണ്. നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു നന്മ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കില്ല. നമ്മുടെ ഈ ഒരു ലോകത്ത് ഏറ്റവും വലിയ കാര്യം നമ്മൾ കാരണം മറ്റൊരാൾക്ക് കിട്ടുന്ന ഉപകാരം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കിട്ടാൻ വേണ്ടി ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക്, ഈ ഒരു നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അവർക്ക് എന്നും നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും നോട്ട്സും എക്സാംസ് എല്ലാം അവർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. അപ്പൊ നിങ്ങൾ ലിങ്കൊക്കെ എന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മുടെ അവസരം ഉപയോഗിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും കേട്ടിട്ട് കിട്ടണം, എല്ലാവർക്കും നല്ല മാതൃകാ അധ്യാപകരായിട്ട് മാറണം. അങ്ങനെയുള്ള ഒരു അധ്യാപകരാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. എല്ലാവരും നല്ല അധ്യാപകരാവട്ടെ, എല്ലാവർക്കും കേട്ടിട്ട് കിട്ടട്ടെ. എല്ലാവരും ഭാവിയിൽ എല്ലാ സമൂഹത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് എന്ത് ചെയ്യാം, നല്ലൊരു മാതൃകയാവുന്ന അധ്യാപകരാവാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു, ഗുഡ് നൈറ്റ്.